എപ്പിസോഡ് ഓപ്പൺ സീനിൽ പിക്കലോ ആണെങ്കിൽ ഫ്രീസയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെടും. ആണെങ്കിൽ ഇപ്പൊ പിക്കലോയെ കുറ്റപ്പെടുത്തും. അവൻ ആക്ച്വലി ഒരു മണ്ടനാണ്. ഫ്രീസയുടെ പവർ എന്താണെന്ന് അവന് ശരിക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവൻ ബാലിശമായിട്ട് ഇപ്പോ ഫ്രീസയെ വെല്ലുവിളിച്ചത്. അതിന് ഗൊഹാനാണെങ്കിൽ ഒരു കാരണവശാലും വെറുതെ അദ്ദേഹം അവനെ വെല്ലുവിളിക്കില്ല. പിക്കലോ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം അവനെ വെല്ലുവിളിച്ചത്. കട്ട് ചെയ്താ ഇവിടെ ഗോക്കുവിനെ കാണിക്കും. ഗോക്കുവും വന്നത് പിക്കലോ തന്നെയാണെന്ന് തിരിച്ചറിയും. സത്യത്തിൽ പിക്കലോയ്ക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചസ് അത് സംഭവിച്ചിട്ടുണ്ട്. അവന്റെ പവർ ലെവല് അത് ഒരുപാട് ഉയർന്നു നിൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതെങ്ങനെ ഇത്രയും പവർ അവനെ കൊണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റി? ഒരു കാര്യം, പിക്കലോ ഇവിടേക്ക് വന്നത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഗോഹാനും മൊട്ടപ്പനും അവിടെ നേരെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. സോ പിക്കലോ അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അതിനുള്ളിൽ എനിക്കും ബാക്ക് ടു നോർമൽ ആവണം. അടുത്ത നിമിഷം പിക്കലോ ആണെങ്കിൽ ഫ്രീസയുടെ അടുത്തേക്ക് വന്ന് രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പവർ അത് കൂടിയിട്ടുണ്ടെന്ന്. കാരണം അദ്ദേഹത്തിന് ഇത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഫ്രീസയെ വെല്ലുവിളിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് ജീവനോടുകൂടെ പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഒരുപാട് അത്ഭുതം. ഓ നോ, ഭൂമിയിൽ ഞാൻ അറ്റാക്ക് ചെയ്ത് കൊന്നവനാണ് ഇപ്പൊ തിരികെ വന്നിരിക്കുന്നത്. അവനിപ്പോ എന്നെ കഴിഞ്ഞും പവർ ഇങ്ങനെ കിട്ടി. ഒരുപക്ഷെ അവൻ ആ കിങ് കായരെടുത്ത് പോയിട്ട് ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവും. എങ്കിലും ഇത്രയും പവറൊക്കെ ട്രെയിനിങ്ങിനോട് കൂട്ടാൻ കഴിയുമോ? ഭൂമിയിലുള്ളവരെല്ലാവരും വളരെ ഡിഫറെന്റ് ആണെന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവരുടെ ഫൈറ്റ് കാണിക്കും. ഫ്രീസയും പിക്കലോവും രണ്ടുപേരും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണ്. ഇത്തപ്പനാണെങ്കിൽ ഗൊഹാനോട് പറയും, നീ പറഞ്ഞതുപോലെ തന്നെ പിക്കലോയുടെ ശക്തി അത് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഫ്രീസയാണെങ്കിൽ പിടിച്ചു വലിച്ച് ആ നദിയിലേക്ക് അടിച്ചിടുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ നദിയിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ഇവിടെ ഫ്രീസ അവനാണെങ്കിൽ പിക്കലോയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. ഗൊഹാനാണെങ്കിൽ ഇപ്പോൾ ആ നദിയിലേക്ക് നോക്കി പെക്കന് ഷോക്കാവും. അടുത്ത നിമിഷം ഫ്രീസി ആണെങ്കിൽ മുകളിലേക്ക് വരും. പക്ഷേ പിക്കലോയെ മാത്രം കാണുന്നില്ല. ഒരല്പം പിൽസ് മാത്രമായിരിക്കും മുകളിലേക്ക് വരിക. ഗൊഹാനാണെങ്കിൽ എന്റെ മാസ്റ്റർ പിക്കലോയ്ക്ക് അദ്ദേഹത്തിന് എന്തു പറ്റും ചോദിക്കും. അതിന് ഫ്രീസ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, പുറത്തേക്ക് വന്ന് നിന്റെ മുമ്പിൽ തന്നെ പൊട്ടിത്തെറിക്കുന്നു പറയും. അടുത്ത നിമിഷം അവൻ പുറത്തേക്ക് വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഭയത്തോടു കൂടെ അവിടേക്ക് നോക്കും. ആണെങ്കിൽ ഗൊഹാനോട് പറയും, നിന്റെ ഫ്രണ്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴായിരിക്കും അവനൊരു വലിയ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് പിക്കലോ ആണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ആയിട്ട് നിൽക്കുന്നത് കാണാം. മൊട്ടപ്പനും ഗൊഹാനും ആ നമക്കയും കുഞ്ഞിനും അവർക്ക് 3 പേർക്കും ഒത്തിരി സന്തോഷം. ഫ്രീസയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അടക്കാൻ കഴിയില്ല. അവനാണെങ്കിൽ വീണ്ടും പിക്കലോടെ തൊട്ടടുത്തേക്ക് വരും. അതേസമയം ഇവിടെ ഗോക്കു ആണെങ്കിൽ പിക്കലോടെ പവർ അതങ്ങനെ ഷെറിയാണ്. ഓ നോ, ഞാൻ കരുതിയതിൽ ഒരുപാട് കൂടുതലായിരിക്കുകയാണ് പിക്കലോടെ പവർ. അവനെ കൊണ്ട് എങ്ങനെ ഇത്രയും വേഗം ഇത്രയും പവർ കൂട്ടാനായിട്ട് കഴിഞ്ഞു? അപ്പൊ ഫ്രീസയെ കാണിക്കും. അവൻ പിക്കലോടെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ചു വലിച്ച് കഴുത്ത് ലോക്ക് ചെയ്യാണ്. ആ സമയം പിക്കലോ പവർ റിലീസ് ചെയ്യും. അതങ്ങനെ റിലീസ് ചെയ്യുന്തോറും ഫ്രീസി ആണെങ്കിൽ ദൂരേക്ക് തെറിച്ചു പോവാണ്. പിക്കലോ ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, എന്റെ റിയൽ പവർ അത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെ ഗൊഹാനും അപ്പനും കുഞ്ഞിനമക്കിയനും എല്ലാവരും ഷോക്കായിട്ട് ഇപ്പൊ പിക്കലോയെ തന്നെ നോക്കും. അവൻ ആ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഫ്രീസയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഫ്രീസി ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവനാണെങ്കിൽ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോ പിക്കലോയുടെ നേർക്ക് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു പവർ അങ്ങനെ വന്ന് പിക്കലോയെ ആഞ്ഞടിക്കും. പക്ഷെ പിക്കലോ ആണെങ്കിൽ അവന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യും. നമ്മളെല്ലാ ആൾക്കാർക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടി വരും. പിക്കലോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് പേടിച്ച് അവരവിടേക്ക് തന്നെ നോക്കും. ആ പവറെല്ലാം പോയതിനു ശേഷം പിക്കലോ ആണെങ്കിൽ അപ്പോഴും അവിടെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ ഫ്രീസ അവന്റെ അടുത്തേക്ക് നടന്നു വരും. ചെറിയ സ്മൈൽ കൊടുത്ത് അടുത്ത നിമിഷം അവനാണെങ്കിൽ പിക്കലോയെ അറഞ്ചും പുറഞ്ചും അറ്റാക്ക് ചെയ്യാണ്. ഇടികിട്ടി പിക്കലോ ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് തെറിച്ചു വീഴും. ഫ്രീസയാണെങ്കിൽ പിക്കലോയെ പിടിച്ചു വലിച്ച് അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ തല്ലി അങ്ങനെ തകർത്ത് കളയാണ്. ചോര തുളുമ്പി പിക്കലോ താഴേക്ക് വീഴും. അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. ാണെങ്കിൽ ഷോക്കാവും. ആ ഫ്രീസ അവൻ ചതിക്കുകയായിരുന്നു. ഇത്രയും നേരം അവൻ അവന്റെ പവർ അത് ഹൈഡ് ചെയ്ത് വെച്ചു. ഇവിടെ ഗോക്കുവും ആ കാര്യം മനസ്സിലാക്കും. ഫ്രീസ ശരിക്കും ഒരു ദുഷ്ടനാണ്. അവന്റെ യഥാർത്ഥ പവർ ഇത്രയും നേരം കാണിക്കാതെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പിക്കലോയാണെങ്കിൽ ഫ്രീസയെ നോക്കും. ഫ്രീസയാണെങ്കിൽ ഹായ് ആയിട്ട് പറയും, എന്ത് കരുതി ഇത്ര വേഗം തോറ്റു പോകുന്നോ? നിന്റെ ഓവർ കോൺഫിഡൻസ് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിന്റെ പവർ ഞാൻ അസസ് ചെയ്യായിരുന്നു. അത് മനസ്സിലാക്കി തിരികെ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. നിന്നെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉറപ്പായിട്ട് ഞാൻ നിന്നെ തോൽപ്പിക്കും. അജീറ്റ് ആണെങ്കിൽ അതുകൊണ്ട് ഷോക്ക് ആവുകയാണ്. ഓ, ഫ്രീസയ്ക്ക് അവന് ഞാനൊരു കോമ്പറ്റീറ്റർ ആവുമെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു. അവന്റെ ശക്തിക്ക് ഒരു പരിധിയില്ല. ഇവിടെ പിക്കലോ ആണെങ്കിൽ എഴുന്നേറ്റ് അവിടെ വെയിറ്റുള്ള അവന്റെ കോട്ടും തൊപ്പിയും എല്ലാം തന്നെ അഴിച്ച് താഴ്ത്തിട്ട് അടുത്ത സെറ്റ് ഫൈറ്റിന് റെഡിയാവും. പിക്കലോ ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, നീ നിന്റെ പവർ അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാനും എന്റെ ഹൈഡ് ചെയ്ത് വെച്ച പവർ അത് പുറത്തെടുക്കാനായിട്ട് പോവാണ്. നമുക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടെ റിയൽ പവറിൽ പരസ്പരം ഏറ്റുമുട്ടാം. ഗൊഹാനാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷമാവും. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു മാസ്റ്ററിന്റെ പവർ അത് ഒരുപാട് കൂടുതലാണെന്ന്. ഇപ്പൊ ആണ് ശരിക്കും മാസ്റ്റർ അദ്ദേഹത്തിന്റെ പവർ പുറത്തെടുക്കുന്നത്. ഒട്ടപ്പനാണെങ്കിൽ അതിലേറെ സന്തോഷം.
പിക്കലോ അവനവന്റെ കട്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം ഊരിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവന്റെ വേഗതയും തിരി കൂടും. നമുക്ക് തീർച്ചയായിട്ടും സേഫായി ഭൂമിയിലേക്ക് പോകാൻ പറ്റും. ഇവിടെ ഫ്രീസയ്ക്കും കാര്യം മനസ്സിലാവും. ഓ, നീ കൂടുതൽ നിന്റെ പവറുകളെ കൺട്രോൾ ചെയ്യുന്ന വസ്ത്രങ്ങളെല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പോല്ല ഈ ഫൈറ്റ് അത് കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ഗോക്കുവും ഇപ്പൊ പിക്കലോടെ പവർ അത് കൂടി വരുന്നത് മനസ്സിലാക്കുകയാണ്. ഇവിടെ രണ്ടുപേരും അവരുടെ പവർ റിലീസ് ചെയ്യാൻ തയ്യാറാവും. പക്ഷേ ഫ്രീസയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ പിക്കലോ ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. രണ്ടുപേരും ഫ്ലൈ ചെയ്ത് കയ്യിൽ വെച്ച് പൊരിഞ്ഞ പോരാട്ടം. അതിനുശേഷം പിക്കലോ ആണെങ്കിൽ അവനെ അട്ടിച്ച് താഴേക്കിടും. മൊട്ടപ്പനും ഗൊഹാനും ഭയങ്കര സന്തോഷം. ആ ഒരു വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. പിക്കലോ ആണെങ്കിൽ അതിന്റെ അവസാനമാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പവറുകൾ അവ വീണടക്കുന്ന ഭാഗത്തേക്ക് അട്ടിച്ചു കൊണ്ടേയിരിക്കും. അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശ്വാസം വലിച്ചു വിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും വെജീറ്റ പുറത്തായിട്ട് എന്തോന്ന് ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ ആൾക്കാർ അവിടേക്ക് നോക്കും. ആ ഫ്രീസ അവനിപ്പോഴും യാതൊന്നും സംഭവിച്ചിട്ടില്ല. കിലോയ്ക്കാണെങ്കിൽ അതൊന്നും കണ്ട് യാതൊരു ടെൻഷനും ഇല്ല. ഇതൊക്കെ ഞാൻ മുൻപ് തന്നെ പ്രഡിക്റ്റ് ചെയ്തതാണ്. അതിന് ഫ്രീസ പറയും, നീ പ്രഡിക്റ്റ് ചെയ്യാത്ത ഇനിയും കുറെ കാര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ട്. ഞാൻ എന്റെ ട്രാൻസ്ഫർമേഷൻ ഒരു തവണ ഉപയോഗിച്ചതാണ്. നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അതിന് സാക്ഷികളാണ്. പക്ഷേ അവർക്കറിയാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് 2 ടൈപ്പിൽ കൂടെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. അത് നീ കാണാൻ പോവുകയാണെന്ന് പറയും. ഇവിടെ മൊട്ടപ്പനും ഗോഹാനും രണ്ടുപേരും വണ്ടർ അടിച്ച് ഫേസ് ടു ഫേസ് നോക്കും. ഓ നോ, അവൻ ഇനിയും ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ കഴിയുമെന്ന്, അവന് പവർ അത് കൂടുതലാണെന്ന്. പക്ഷെ പിക്കലോയ്ക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ലേയും ചിന്തിക്കും. ആ സമയം കൊണ്ട് പിക്കലോയെ ഞെട്ടിച്ച് ഇവിടെ ഫ്രീസി ആണെങ്കിൽ അവന്റെ അടുത്ത ട്രാൻസ്ഫർമേഷനിലേക്ക് പോവാണ്. അവന്റെ ചെവിയൊക്കെ വളർന്ന് ബോഡിയിലൂടെ ഫയർ പവർ പുറത്തേക്ക് വന്ന് അവൻ ടെററായിട്ട് നിൽക്കും. ഫ്രീസി ആണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ ട്രാൻസ്ഫർമേഷൻ അത് കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഭയപ്പെടുകയാണ്. പ്രത്യേകിച്ച് പിക്കലോ വിചാരിച്ചതിനെ കഴിഞ്ഞും പവർ അവന് ഒരുപാട് കൂടുതലാണ്. നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടും. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ ഒരുപാട് ടെൻഷൻ തോന്നും. ഞാൻ കരുതിയതിലും വളരെ കൂടുതലാണ് ആ ഫ്രീസയുടെ പവർ. എന്നെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട്സിന് വേണ്ടി, എനിക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി എനിക്ക് അവനെ തോൽപ്പിച്ചേ പറ്റൂ. അതിനെ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ശ്രമിക്കും. എന്റെ പരിക്കുകൾ എത്രയും വേഗം ഹീലായി എനിക്ക് അവിടേക്ക് പോയി അവനുമായിട്ട് ഏറ്റുമുട്ടണം. കട്ട് ചെയ്ത ഇവിടെ ഫ്രീസ എന്റെ ട്രാൻസ്ഫർമേഷൻ അത് കംപ്ലീറ്റ് ചെയ്തു. ഉറപ്പായാലും നിങ്ങൾക്ക് എന്റെ എല്ലാ ട്രാൻസ്ഫർമേഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഫൈറ്റ് ആരംഭിക്കാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പിക്കലോയ്ക്ക് നേരെ ചാടി വരും. ഇവിടെ പിക്കലോയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. കാരണം അവനെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ബോധ്യം അത് പിക്കലോയ്ക്ക് ഉണ്ടാവുകയാണ്. പക്ഷെ പിക്കലോ ആണെങ്കിൽ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല. എന്റെ നമുക്കൻ ഗ്രഹത്തിലെ സഹോദരങ്ങളെ എല്ലാവരെയും നീ ഇല്ലാതാക്കി. അതിനുള്ളത് നീ അനുഭവിച്ചേ പറ്റൂ. എന്റെ മരണം വരെ അവരോട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ മുകളിലേക്ക് പറന്നു വരും. അതിനുശേഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ആ ഫ്രീസി ആണെങ്കിൽ പിക്കലോയെ അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്കിൽ പിക്കലോ പെട്ടുപോവാണ്. ഇതെന്റെ വെറും ഒരു സാമ്പിൾ അറ്റാക്ക് മാത്രമാണ്. എന്റെ യഥാർത്ഥ അറ്റാക്ക് അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പുറഞ്ചും പിക്കലോയെ അറ്റാക്ക് ചെയ്യും. അവന്റെ പവറുകൾ അത് പിക്കലോയുടെ ദേഹത്ത് ആഞ്ഞടിച്ച് അവന്റെ ബോഡിയിൽ ഒരുപാട് മുറിവുകൾ ക്രിയേറ്റ് ആവുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരുടെ ഭയവും ഹാർട്ട് ബീറ്റും കൂടും. ഇവിടെ ഗോക്കു കാര്യങ്ങൾ വഷളാകുകയാണെന്ന് മനസ്സിലാവും. ഫ്രീസയുടെ പവർ അത് ഒരുപാട് കൂടി. മാത്രമല്ല പിക്കലോയുടെ പവർ കുറയാണ്. അവൻ ഒരുപാട് അറ്റാക്ക് സ്വീകരിച്ച് ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ഗോക്കുവും തിരിച്ചറിയും. ഗോഹാനാണെങ്കിൽ ആ കാഴ്ച നോക്കി നിൽക്കാനായിട്ടാവില്ല. അവനാണെങ്കിൽ ഞൊടിയിടയിൽ അവിടേക്ക് ലക്ഷ്യമായിട്ട് പറക്കും. അപ്പോഴാണെങ്കിൽ ഗോഹാന്റെ പേര് വിളിക്കും. ഗോഹാൻ, നീ അവിടേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ തടയാനായി അവന്റെ പിന്നാലെ പോവും. അത് കണ്ട് ഇപ്പോ വെജീറ്റ ആണെങ്കിൽ അവനെ പിടിച്ചു വലിക്കും. നിന്നെ കൊണ്ട് അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നീ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നെ അറ്റാക്ക് ചെയ്യുക എന്നതാണ്. ഒന്നുകൂടെ എനിക്ക് മൃതപ്രാണനായി മാറണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞൻ അമുക്കിയാൻ എന്നെ ഹീൽ ചെയ്യും. വീണ്ടും ഒരു തിരിച്ചുവരവിലൂടെ എനിക്ക് എന്റെ പവർ അത് ഇരട്ടിയാക്കാൻ കഴിയും. എനിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റും. സോ നീ എന്നെ അറ്റാക്ക് ചെയ്യൂ. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗോഹാനാണെങ്കിൽ അവന്റെ മുഴുവൻ പവർ റിലീസ് ചെയ്ത് ഇപ്പോ ആ ഒരു മോൺസ്റ്റർ ഫ്രീസർ അടുത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.